ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ ജാനകി വി എന്ന് പേര് മാറ്റണമെന്ന സെൻസർ ബോർഡ് ആവശ്യം അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയിൽ അംഗീകരിച്ചതോടെ റീ എഡിറ്റിംഗ് ജോലികളിലേക്ക് കടന്ന് സംവിധായകൻ ജൂലൈ 18-ന് റിലീസ് ചെയ്യാമെന്ന നിലപാടിലാണ് നിർമ്മാതാക്കൾ. അണിയറ പ്രവർത്തകരുടെ നിലപാട് മാറ്റത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൂടി ഈ സംഭവത്തിന് പിന്നാലെ ഉയർന്നു വന്നിട്ടുള്ള വിഷയം അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. നിതിൻ, റിജിത്ത്, തീർച്ചയായും. കാരണം ഈ സംഭവത്തിന് പിന്നാലെ ഉയർന്നു വന്ന വിമർശനം അതിപ്പോഴും സിനിമ അണിയറ പ്രവർത്തകർക്കിടയിൽ തുടരുകയാണ്. കാരണം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരിയുള്ള കടന്നുകയറ്റത്തെയായി ഇതിനെ വിലയിരുത്തുന്നത്. സെൻസർ ബോർഡിന്റെ നടപടിയെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ് ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ ഈ സെൻസർ ബോർഡിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയ്ക്ക് പിന്നീട് ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്ന പേരിലേക്ക് മാറ്റിയാൽ അനുമതി നൽകാമെന്നായിരുന്നു സെൻസർ ബോർഡ് സ്വീകരിച്ച നിലപാട്. 96 മാറ്റങ്ങളായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത്. പക്ഷേ അതിൽ നിന്ന് പിന്നീട് 2 മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി എന്ന നിലപാടിലേക്ക് സെൻസർ ബോർഡ് മാറുകയായിരുന്നു. സിനിമയുടെ പേരിനൊപ്പമുള്ള ജാനകി എന്ന കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധൻ ഇനീഷ്യൽ കൂടി ചേർത്ത് സിനിമയുടെ പേര് ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്ന് മാറ്റണം. ചിത്രത്തിലെ കോടതി രംഗങ്ങളിലൊന്ന് കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യുക എന്നാണ് രണ്ടാമത്തെ മാറ്റം. ഈ 2 മാറ്റങ്ങൾ അംഗീകരിച്ചാൽ അനുമതി നൽകാമെന്ന നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതിലും പിന്നീട് നിർമ്മാതാക്കൾ വഴങ്ങുകയായിരുന്നു. കാരണം ഈ മാസം 18 തന്നെ സിനിമ റിലീസ് ചെയ്യണമെന്നൊരു നിലപാടിലാണ് നിർമ്മാതാക്കളുള്ളത്. അതുകൊണ്ട് തന്നെ വൈകാതെ ഇന്ന് തന്നെ റീ എഡിറ്റിംഗ് നടപടിയിലേക്ക് കടക്കും. അതിനുശേഷം ഉടൻ തന്നെ റീസെൻസറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപടികൾ പൂർത്തിയായാൽ വൈകാതെ സിനിമ റിലീസിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അണിയറ പ്രവർത്തകർ ആ ഒരു നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ സെൻസർ ബോർഡിന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോയാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങോട്ടേക്ക് പോകുമെന്ന ചോദ്യമാണ് സിനിമാ പ്രവർത്തകർ അടക്കം ഒരേ സ്വരത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ സിനിമ അണിയറ പ്രവർത്തകർ നടത്തിയ നിയമ പോരാട്ടത്തെല്ലാം തന്നെ അംഗീകരിക്കുന്നു. അപ്പോഴും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടന്നുകയറ്റത്തെ യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്.